ഫെബ്രുവരി മാസം 1-ാം തീയതി ഹമാസ് മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഹമാസിന്റെ പ്രതിനിധി സംഘമാണ് ഖത്തറിലെ മധ്യസ്ഥർ വഴി ഈ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള കീത്ത് സീഗലാണ് ഇതിൽ ഒരാൾ. 65 വയസ്സുകാരനായ കാലിഫോർണിയ സ്വദേശിയായ കീത്ത് സീഗലിനെ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനുള്ളിൽ നിന്നാണ് ഭീകരവാദി സംഘം തട്ടിക്കൊണ്ടുപോയത്. മറ്റു രണ്ടുപേരുടെ പേരുകൾ ഓഫർ കാൽഡ്രോണും അതുപോലെ തന്നെ യാർദൻ ബിബാസുമാണ്. ഈ രണ്ടുപേരും ഇസ്രായേലി പൗരന്മാരാണ്. ഈ 3 പുരുഷന്മാരെയുമാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി മോചിപ്പിക്കുക എന്നുള്ള വിവരമാണിപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ബന്ദിമോചന സമയത്ത് നാടകീയ രംഗങ്ങൾ വേണ്ടെന്ന അന്ത്യശാസനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. 2-ഉം 3-ഉം ഘട്ടങ്ങളിലായുള്ള ബന്ദിമോചന സമയത്ത് വലിയ തോതിലുള്ള ആക്രോശങ്ങളുമായി ബന്ദികൾക്ക് ചുറ്റും പാലസ്തീനികളും ഹമാസ് ഭീകരവാദികളും തടിച്ചുകൂടിയിരുന്നു. തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭയാനകമായിട്ടായിരുന്നു ബന്ദിമോചനം സാധ്യമാക്കിയത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബന്ദിമോചനത്തിനിടയിൽ യഹൂദിനെതിരെ ചില പാലസ്തീനികൾ തുപ്പുകയും അവരുടെ മുഖത്തേക്ക് ആക്രോശിക്കുകയും ചെയ്തതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ബന്ദിമോചന സമയത്ത് ഡ്രമാറ്റിക് ആയിട്ടുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ വേണ്ട എന്നും വളരെ ഗൗരവത്തോടു കൂടി വളരെ സമാധാനപരമായിട്ടുള്ള ബന്ദിമോചനം തന്നെ സാധ്യമാക്കണമെന്നുമുള്ള അന്ത്യശാസനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ബന്ദിമോചന കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകുമെന്നുള്ള സൂചനയും ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നു. ബന്ദിമോചനം സുഗമമായി മുന്നോട്ട് പോകുന്നതിനും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ നിലനിൽക്കുന്നതിനും ഹമാസ് ഗൗരവമുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതായത് ഗാസ അതിർത്തിയിൽ വെച്ച് ഹമാസിൻ്റെ ഭീകരവാദികൾ റെഡ് ക്രോസിന് ബന്ദികളെ കൈമാറുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ സമാധാനപരമായിട്ടാണ് കൈമാറിയതെങ്കിലും പിന്നാലെ 2-3 ഘട്ടങ്ങളിൽ 100 കണക്കിന് ഹമാസ് ഭീകരന്മാർ ഒരു പ്രത്യേക ചത്തുരത്തിൽ തടിച്ചുകൂടുകയും അവിടെ ചുറ്റും പാലസ്തീനികൾ ഹമാസ് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ തന്നെ ഈ ബന്ദികളുടെ കയ്യിൽ പ്രത്യേക ബാൻഡേജ് ഹമാസ് ചുറ്റുന്നു. ബന്ദിമോചന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന പല പുരസ്കാരങ്ങളും പല സർട്ടിഫിക്കറ്റുകളും അവരുടെ കയ്യിൽ തിരികെ നൽകുന്നു. ഹമാസിൻ്റെ പേരും ഹമാസിൻ്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുള്ള ബാഗുകൾ അവർക്ക് കൈമാറുന്നു. ഹമാസിൻ്റെ പതാക രേഖപ്പെടുത്തിയിട്ടുള്ള ഗിഫ്റ്റുകൾ അവർക്ക് നൽകുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ ഇവരെ പരസ്യമായ ഒരു വേദിയിൽ കൊണ്ടു നിർത്തിയ ശേഷം പാലസ്തീനികളോട് ഹസ്തദാനം ചെയ്യാനും കൈവീശി കാണിക്കാനും അവരോട് ആവശ്യപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ഈ ബന്ദികളുടെ ചുറ്റും നിന്ന് വളരെ ശക്തിയിൽ ആക്രോശിച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന ചില സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബന്ദികളെ ഇത്രത്തോളം പരസ്യമായി ഇത്ര മാനസികമായി തകർക്കുന്നുവെങ്കിൽ ബന്ദിമോചനം സാധ്യമായിട്ടും അന്താരാഷ്ട്ര കരാറുകളുടെ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഇത്തരം നിലപാടുകളും ഇത്തരം പെരുമാറ്റങ്ങളുമാണ് ഹമാസ് ഭീകരന്മാരുടേതെങ്കിൽ എത്രമാത്രം കൊടിയ പീഡനമായിരിക്കാം അവർ ഈ തടവറകളിൽ ഹമാസിൻ്റെ ഭീകര ക്യാമ്പുകളിൽ അനുഭവിച്ചത് എന്ന് ഇസ്രായേൽ ചോദിക്കുന്നു. ഹമാസിൻ്റെ ക്യാമ്പുകളിൽ ഇസ്രായേലി ബന്ദികൾ അനുഭവിച്ച ക്രൂരതയുടെ ചില വിവരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ആശുപത്രിയിൽ കൗൺസിലർമാരോട് അതുപോലെ ഡോക്ടർമാരോട് ഉടയവരോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് പലതവണ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, കെട്ടിത്തൂക്കിയിട്ടു ദിവസങ്ങളോളം. ആഹാരവും ഭക്ഷണവും ലഭിക്കാതെ അവരെ ചെറിയ കൂടുകളിലിട്ടു. അതുപോലെ വായുവോ അതുപോലെ വെളിച്ചമോ കടക്കാത്ത വളരെ ഇടുങ്ങിയ മുറികളിലാണ് പലരും മാസങ്ങളോളം കഴിഞ്ഞുകൂടിയത്. സ്ത്രീകളെയും കൗമാരക്കാരികളായ പെൺകുട്ടികളെയും നിരവധി തവണ ബലാത്സംഗം ചെയ്തു. അവരെ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ അവരെ വെറും നിലത്ത് കിടത്തി. ഇങ്ങനെ പോകുന്നു ഹമാസ് ഭീകരന്മാരുടെ ക്രൂരതകൾ. ഈ ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടിയാണ് ലോകത്ത് ചിലയിടങ്ങളിൽ ചില ഇസ്ലാമികവാദികളൊക്കെ വലിയ രീതിയിൽ ന്യായീകരിക്കുകയും ഇവർക്ക് വേണ്ടി മുറവിളി ഉയർത്തുകയും ചെയ്യുന്നത്. അതായത് മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് ഹമാസ് ഭീകരന്മാർ ഈ ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാരോട് ചെയ്തത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പലർക്കും ആ കാലഘട്ടം ഓർക്കാൻ പോലും താല്പര്യമില്ല. ഭയാനകമായ അവസ്ഥയെന്നാണ് ചില ബന്ദികൾ പിന്നീട് മോചിപ്പിക്കപ്പെട്ട ശേഷം അവരുടെ ആ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ അറിയാം
ഹമാസ് നടത്തിയുള്ള ക്രൂരതകൾ. ആ ക്രൂരതകളെല്ലാം പോയിട്ടാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഹമാസിൻ്റെ ദുസ്വപ്നങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടി, ഹമാസിൻ്റെ തടവറയിലെ അവരുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെയുള്ള ദൃശ്യങ്ങളടക്കം പ്രിൻ്റ് ചെയ്ത് കോപ്പി എടുത്തുകൊണ്ട് ഇവരുടെ കയ്യിൽ നൽകുന്നത്. അതുമാത്രവുമല്ല, ഒരു പ്രത്യേക ചത്തുരത്തിൽ കൃത്യമായി ആളുകൾ തടിച്ചുകൂടുന്നു, അവിടെ ഇവരെ പ്രദർശന വസ്തുക്കളാക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ കൈമാറ്റം സംബന്ധിച്ച് റെഡ് ക്രോസുമായുള്ള ചില കരാറുകൾ ഒപ്പിടുന്നു, ചില പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങുന്നു. ആ സമയത്ത് ഈ ഹോസ്റ്റേജുകളെ, ഈ ബന്ദികളെ ഇങ്ങനെ വേദിയിൽ കൊണ്ട് നിർത്തുന്നു. വേദിയിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ചുറ്റുമുള്ള പാലസ്തീനികളോട് കൈവീശി കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം തോക്കൻ മുനയിൽ ഒടുവിൽ റെഡ് ക്രോസിൻ്റെ വാഹനത്തിലേക്ക് കയറ്റി വിടുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി മോചിപ്പിക്കപ്പെട്ട ആർബേൽ യഹൂദിനെ ആളുകൾ, പാലസ്തീനികൾ മുഖത്ത് തുപ്പുന്ന കാഴ്ച തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത്. ബന്ദികളെ ഇത്തരത്തിൽ ഭയപ്പെടുത്തുകയും ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഒരു വലിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിരിക്കുന്നു. ശക്തമായ ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹമാസിൻ്റെ ഇത്രയും ഭീകരവാദികൾ എങ്ങനെയാണ് കൂട്ടമായി ഇവിടെ പുറത്തു വന്നത് എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗാസയിലുടനീളം ഒരു മുക്കും മൂലയും പോലും അവശേഷിക്കാതെ കഴിഞ്ഞ 10-14 മാസക്കാലമായി ഗാസയിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകളും ഓപ്പറേഷനും ഇസ്രായേൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അഭയാർത്ഥി ക്യാമ്പിൽ അഭയാർത്ഥികൾക്കിടയിൽ ആൾമാറാട്ടം നടത്തി മറഞ്ഞിരുന്നതായിരിക്കാം ഈ ഭീകരവാദികളെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. അല്ലാത്ത പക്ഷം യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഒരു ഘട്ടത്തിൽ ഇവർ ഈജിപ്തിലേക്ക് കടന്നിരിക്കാം. നെറ്റ്സാരിൻ കോറിഡോർ വഴിയോ അല്ലെങ്കിൽ ഫിലാഡൽഫി കോറിഡോർ വഴിയോ ഇവർ ഇസ്രായേലിലേക്ക് കടന്നിരിക്കാം. ഒടുവിൽ ഈ ബന്ദികളെയും ഇസ്രായേലിൽ തന്നെയായിരിക്കാം ഇവർ പാർപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഗാസയിലെ ബങ്കറുകൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കഴിയുന്നു. വൻകിട കെട്ടിടങ്ങളൊന്നും തന്നെയില്ല. ഖാൻ യൂനിസ് ആയാലും മധ്യ ഗാസയായാലും വടക്കൻ ഗാസയായാലും എല്ലാ പ്രദേശങ്ങളും മരുഭൂമിക്ക് തുല്യമാണെന്ന് ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇത്രത്തോളം സുരക്ഷിതമായി ഈ ബന്ദികളെ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ആയിരിക്കാം ബന്ദികളെ സൂക്ഷിക്കാനായി ഹമാസിനെ സഹായിച്ചത്. പിന്നീട് ബന്ദിമോചനം സാധ്യമായപ്പോൾ എത്രയും വേഗം ഈജിപ്തിൽ നിന്ന് ഈ ബന്ദികളെ ഫിലാഡൽഫി കോറിഡോർ വഴി എത്തിക്കുകയാണ്. ഫിലാഡൽഫി കോറിഡോറിൽ വച്ചാണ് ഈ ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറുന്നത് എന്നതിൽ തന്നെ സംശയം ജനിക്കുന്നുണ്ട്. കാരണം ഗാസയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ അവിടെ വച്ച് ഈ ബന്ദികളെ കൈമാറുകയുള്ളൂമായിരുന്നു. ഇത് ഈജിപ്തിൽ നിന്നുള്ള അതിർത്തി പ്രദേശമായ ഫിലാഡൽഫി കോറിഡോറിൽ വെച്ചാണ് ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറുന്നത്. ഇത് തന്നെ വലിയ തോതിലുള്ള സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ ആരോപിക്കുന്നു. ഈ ബന്ദികൾക്കൊപ്പം തന്നെ നൂറുകണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാരും ഈജിപ്തിൽ ഒളിവിൽ കഴിഞ്ഞിരിക്കാം. ഒടുവിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ അവിടെ നിന്ന് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കാം. അവർ ഗാസയുടെ തെരുവുകളിൽ വീണ്ടും സംഹാര താണ്ഡവം തുടങ്ങിയിരിക്കുന്നു. ഗാസക്കാരെ, പാലസ്തീനികളെ, നിരപരാധികളെ കൊന്നു തള്ളുന്നു. ഇസ്രായേലി സേനയെ സഹായിച്ചു എന്ന പേരിൽ, ഇസ്രായേലി സേനയ്ക്ക് ഒറ്റിക്കൊടുത്തു എന്ന പേരിൽ വലിയ പ്രക്ഷോഭം, വലിയ പ്രതിസന്ധികളാണ് ഗാസയുടെ തെരുവുകളിൽ ഇപ്പോൾ ഹമാസ് ഭീകരന്മാർ ചെയ്തു കൂട്ടുന്നത്. നിരവധി പാലസ്തീനികളെ ഇതിനകം തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും ഫെബ്രുവരി 1-ാം തീയതി 3 ബന്ദികൾ കൂടി മോചിപ്പിക്കപ്പെടുകയാണ്. മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു അമേരിക്കൻ പൗരനടക്കം 3 പുരുഷന്മാരാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി മോചിപ്പിക്കപ്പെടുന്നത്. ഈ മോചന സമയത്ത് നാടകീയമായ രംഗങ്ങളോ ഹമാസ് ഭീകരന്മാരുടെ ഭീഷണിയോ ഹമാസ് ഭീകരന്മാരുടെ ആക്രമണമോ ഉണ്ടാകരുതെന്ന കൃത്യമായ അന്ത്യശാസനം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.